ആരും മദ്യപിക്കില്ല, എൻ്റെ ചേട്ടൻ മദ്യപിക്കില്ല, ഞാൻ മദ്യപിക്കില്ല. എൻ്റെ വീട്ടിൽ അങ്ങനെ ഒന്നുമില്ല. ഒരു പാർട്ടി വന്നാൽ പോലും ഇവിടെ മദ്യപാനം എന്തെന്ന് അറിഞ്ഞൂടാ. എൻ്റെ ചേട്ടൻ അതൊന്നും കുടിച്ചുകൂടാ. കഴിഞ്ഞ ദിവസം ഓണ സമയത്ത് നമ്മളെ ഞെട്ടിപ്പിച്ചൊരു കൊലപാതകമായിരുന്നു. കൊലപാതകം എന്ന് തന്നെ പറയേണ്ടി വരും അല്ലേ? മൈനാഗപ്പള്ളി ശാസ്താംകോട്ട നടന്ന ആ വണ്ടി കയറ്റി കൊലപാതകം. അപകടം പറ്റാത്തവരാരും ഇല്ല. ആർക്ക് വേണമെങ്കിലും നമുക്കറിയാം. വണ്ടി ഓടിക്കുമ്പോൾ പൊതുവെ ഉണ്ടാകുന്നതാണ്. വണ്ടിയുടെ ഓടിക്കലിൻ്റെ കൂടപ്പുറപ്പ് തന്നെയാണ് ഈ അപകടം എന്ന് പറയുന്നത്. പക്ഷേ അപകടം പറ്റി ഒരാൾ വണ്ടിയുടെ മുന്നിൽ വീണപ്പോൾ അയാളുടെ മേത്തൂടെ കയറ്റി ഇറക്കി അയാളെ കൊല്ലാനുള്ള ഒരു മനുഷ്യൻ്റെ മനസ്സുണ്ടല്ലോ, അത് നമുക്കൊരിക്കലും സമ്മതിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. ഇപ്പം നമ്മൾ കേട്ടത് അതിനകത്തുണ്ടാകുന്ന ഡോക്ടർ ശ്രീകുട്ടിയുടെ അമ്മയുടെ മൊഴിയാണ്. എൻ്റെ അമ്മ മകള് വെള്ളം അടിക്കത്തില്ല, പച്ചവെള്ളം പോലും ചവച്ച് അരച്ച് കുടിക്കത്തുള്ളൂ. ആ രീതിയാണ്. എല്ലാ അമ്മമാർക്കും അങ്ങനെ തന്നെയാണ്. മക്കൾ എന്ത് തെറ്റ് കാണിച്ചാലും തൻ കുഞ്ഞു പൊൻകുഞ്ഞല്ലേ, ആ രീതിയിൽ തന്നെയാണ് അമ്മമാർ സാധാരണ പറയാറുള്ളത്. ആ രീതി നമുക്ക് എടുക്കാം. അപ്പം അമ്മയെ പറ്റിയും ഒത്തിരി കഥകൾ വരുന്നുണ്ട്. ദുർമന്ത്രവാദത്തിൻ്റെയും അതുപോലെ ആ വീട്ടിലെ തന്നെ വേലക്കാരിയായിരുന്നു പിന്നെ ഭാര്യയായി മാറിയ കഥകളും ഒക്കെ നമ്മൾ കേൾക്കുന്നു. അത് ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യം, അത് നമുക്ക് ആ വഴിക്കങ്ങ് വിടാം. പക്ഷേ ഈ കേൾക്കുന്ന കഥകളിൽ പൊതുജനങ്ങളുടെ ഇടയിലേക്ക് വന്ന് നമ്മളിലുള്ളൊരു സഹോദരിയെ ഈ ഇടിച്ചിട്ടത് പോട്ടെ, ഇടിച്ചിട്ടത് സാധാരണ സംഭവിക്കുന്നത്. അതിൻ്റെ മണ്ടയ്ക്കൂടെ വണ്ടി കയറ്റിക്കൊണ്ട് പോകുക എന്ന് പറയുന്നത് ആരും ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. അതാണ് ഈ അജ്മലും ഡോക്ടർ ശ്രീകുട്ടിയും കൂടെ ചെയ്തത്. ഡോക്ടർ ശ്രീകുട്ടിക്ക് എനിക്ക് തോന്നുന്നു അജ്മലിനേക്കാൾ കൂടുതൽ ഇതിനകത്ത് ഏറ്റവും വലിയൊരു പങ്കുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഒരിക്കലും ചെയ്യാൻ പാടില്ല, പ്രത്യേകിച്ചൊരു ഡോക്ടറുടെ മുന്നിൽ ഒരു രോഗി എത്തുമ്പോൾ നമ്മൾ ഡോക്ടറെ മുന്നിൽ ചെല്ലുക എന്ന് പറയുന്നത് ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടിയല്ലേ. ഏത് ഡോക്ടറുടെ മനസ്സിൽ എങ്ങനെയും ജീവൻ രക്ഷപ്പെടുത്തുക എന്നുള്ള ഒരു ചിന്താഗതിക്കൂടെ ആ സമയത്ത് ഒരു കുട്ടി വണ്ടി ഇടിച്ച് തൻ്റെ ഫ്രണ്ടിൽ വീണപ്പോൾ മദ്യലഹരിയിലോ കഞ്ചാവ് ലഹരിയിലോ എന്തോ ആയിക്കോട്ടെ, ഒരു ഡോക്ടർ പോലും ചിന്തിക്കാത്ത രീതിയാണ് പറയുന്നത്. അവിടെ കൂടിയിരുന്നവർ പറയുന്നത് അമ്മ പറഞ്ഞ പോലല്ല, മൊത്തം തന്നെയായിരുന്നു. അതുപോലെ ഈ ഡോക്ടർ ശ്രീകുട്ടിയാണ് പറഞ്ഞത് അതിൻ്റെ മണ്ടയ്ക്കൂടെ കയറ്റിയിറക്കാൻ അജ്മലിനെ ഉപദേശിച്ചതായിട്ടാണ് പറയുന്നത്. അമ്മയുടെ വാക്കുകൾ നമുക്ക് ഒന്നും കൂടെ കേൾക്കാം. അമ്മ പറയുക എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ, ഈ അമ്മമാരെ സംബന്ധിച്ചെന്ന് പറയുന്നത് മക്കൾ എന്ത് ചെയ്താലും അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ അമ്മ എന്തൊക്കെയാണ് പറയുന്നത്, എൻ്റെ മോൾ അങ്ങനെ ആയിരുന്നു, എൻ്റെ മോൾ ഇങ്ങനെ ആയിരുന്നു, നമുക്കത് ഒന്നുകൂടെ ഒന്ന് കേൾക്കാം. ആരും മദ്യപിക്കില്ല, എൻ്റെ ചേട്ടൻ മദ്യപിക്കില്ല, ഞാൻ മദ്യപിക്കില്ല. എൻ്റെ വീട്ടിൽ അങ്ങനെ ഒന്നുമില്ല. ഒരു പാർട്ടി വന്നാൽ പോലും ഇവിടെ മദ്യപാനം എന്തെന്ന് അറിഞ്ഞൂടാ. എൻ്റെ ചേട്ടൻ അതൊന്നും കുടിച്ചുകൂടാ. അയാൾ രോഗിയാണ്, ഹാർട്ട് പേഷ്യൻ്റാണ്, അയാൾക്ക് ഇല്ലാത്ത അസുഖങ്ങളൊന്നുമില്ല. അയാൾ ഒരു വകയും ഇതൊന്നും കിഡ്നി പ്രോബ്ലമാണ്. എനിക്ക് അറിഞ്ഞൂടാ മക്കളെ, നമ്മളൊന്നും കണ്ടിട്ടില്ല. ഈ കുട്ടി കുടിച്ചിട്ടുണ്ടോ എന്നൊന്നും അറിഞ്ഞു, ദൈവം കുടിപ്പിച്ചതാണോ എന്ന് അറിഞ്ഞൂടാ. അങ്ങനെ ഇതുവരെ ആ കുട്ടിയൊന്നും കുടിച്ചിട്ടില്ല. നമ്മളെ വീട്ടിൽ നമ്മൾ അങ്ങനത്തെ ഫാമിലി അല്ല. എൻ്റെ വീട്ടുകാരിൽ അവിടെ എൻ്റെ അച്ഛനും നമ്മളെ ഫാമിലി ആരും കുടിക്കുന്ന പാർട്ടിയല്ല. ഇവിടെ അതേപോലെ തന്നെ ഇവിടെ ആരും ഈ ഫാമിലിയിലുള്ള ഒരൊറ്റ മനുഷ്യർ വെള്ളം അടിക്കുന്ന പാർട്ടിയില്ല. അളിയന്മാരായാലും ശരി തന്നെ, ചേട്ടൻ്റെ സഹോദരിമാരെ ഭർത്താക്കന്മാരായാലും ശരി തന്നെ, അവരുടെ മക്കളായാലും ശരി തന്നെ, ആരും കുടിക്കുന്നവർ ഈ ഫാമിലിയിലില്ല. ആരോടെങ്കിലും ചോദിച്ചാൽ മനസ്സിലാക്കാം, ആരും കുടിക്കില്ല. ഈ വീട്ടിനകത്ത് അങ്ങനെ ഒരു കുടിയെന്ന് പറയുന്ന കുപ്പിയൊന്നും എൻ്റെ വീട്ടിനകത്തില്ല. നിങ്ങൾ കയറി നോക്കിക്കൊള്ളും, ഒരൊറ്റ കുപ്പി പോലും ഈ പ്രദേശത്തില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ കുടി പാർട്ടി അല്ല. നമ്മൾ മാന്യമായിട്ട് ആരെയും ദ്രോഹിക്കാതെ നമ്മൾ ജീവിക്കുന്നതാണ്. എൻ്റെ കടയിൽ ഞാൻ ഒരു കട നടത്തിക്കൊണ്ട് അതിനെ ഒന്ന് നശിപ്പിച്ചു. അപകടം നടന്നതിന് ശേഷം വണ്ടി റിവേഴ്സ് എടുത്ത് വീണ്ടും കയറ്റാനായിട്ട് പറഞ്ഞു ശ്രീകുട്ടിയാണ്. അയ്യോ, ഒരിക്കലും ദൃക്സാക്ഷികൾ നിർത്താനാണ് പറയൂ, അല്ലാതെ എൻ്റെ മോൾ എടുത്തുകൊണ്ട് പോകാൻ പറയില്ല, ഒരിക്കലും പറയില്ല. മോനെ, പാവപ്പെട്ട ഒരു സ്ത്രീയെ കൊല്ലാൻ വേണ്ടി അവൾ ഒരിക്കലും പറയില്ല. പക്ഷെ അങ്ങനെയാണ് ഇപ്പം ദൃക്സാക്ഷികൾ പറയുന്നത്. ദൃക്സാക്ഷികൾ നിർത്താൻ പറഞ്ഞതായിരിക്കും, കൈയെടുത്ത് നിർത്താനായിട്ട് പറഞ്ഞായിരിക്കും, അല്ലാതെ എടുത്തോണ്ട് പോവാൻ എൻ്റെ പൊന്നു മക്കൾ പറയില്ല. എല്ലാവരെയും ഹെൽപ്പ് ചെയ്യുന്ന മോളാണ്. ഒരു രോഗി വന്നാൽ ആ രോഗിയുടെ കൂടെ നിന്ന്
അവർക്ക് എല്ലാം ചെയ്തു കൊടുക്കണ കുട്ടിയാണ്. ഒരു അസുഖം വന്നാൽ പോലും കൂടുതലായ ആ കുട്ടി അടുത്ത ഹോസ്പിറ്റലിൽ ആംബുലൻസിൽ കയറിപ്പോയി അവിടെ കൊണ്ട് അഡ്മിറ്റ് ആക്കിയിട്ട് ആ കുട്ടി ആംബുലൻസിൽ നേഴ്സുമായിട്ട് തിരിച്ച് വന്നിട്ടുള്ള എൻ്റെ കൂടി ഫോണിൽ വിളിച്ച് പറയാം, അമ്മ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിലുള്ള ഒരു കുട്ടിയെ ഒരാളിനെ കൊണ്ടുവന്നമ്മ, ഞാൻ അടുത്ത ഹോസ്പിറ്റലിൽ ഇവിടെ പറ്റാത്തതുകൊണ്ട് ഞാൻ അടുത്ത ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഇപ്പം വന്നതേ ഉള്ളൂ അമ്മ, രാത്രി 1 മണിയായപ്പോഴൊക്കെ തിരിച്ച് വരും എൻ്റെ കൊച്ച്. അപ്പോഴും എൻ്റെ കൂടി വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, അമ്മ ഞാൻ എല്ലാവരെയും, ഞാൻ പറഞ്ഞു മക്കളെ എല്ലാവരോടും സ്നേഹമായിട്ട് പെരുമാറണം, എല്ലാവരെയും വലിയവരെന്നോ ചെറിയവരെന്നോ നോക്കരുത്, എല്ലാവർക്കും നന്മ ചെയ്തു കൊടുക്കണം, നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം, അതാണ് നമുക്കുള്ള സ്വത്ത്, വേറെ ഒന്നുമില്ല മക്കളെ. അതുകൊണ്ട് ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട്, ആരെയും ദ്രോഹിക്കാനോ ആരെയും കള്ളം പറയരുത്, എല്ലാം സത്യസന്ധമായിട്ട് ജീവിക്കാനാണ് എൻ്റെ അച്ഛനും അമ്മയൊക്കെ എന്നെ പഠിപ്പിച്ചത്, ഞാനും അവളെ അങ്ങനെയാണ് പഠിപ്പിച്ചിട്ടുള്ളത്. ഇവരുടെ സംസാരം ചെയ്യുന്നതിന് നമുക്കൊരു കാര്യം മനസ്സിലായി. കാരണം ഈ സാധാരണ രീതിയിൽ സംസാരിക്കുന്ന രീതിയല്ല, അല്പം കൂടെ മോനെയും മക്കളെയൊക്കെ വെച്ച് ഇച്ചിരി തേനൊക്കെ ഒലിപ്പിച്ച് സംസാരിക്കുന്നത് പോലെ എനിക്ക് തോന്നി കേട്ടോ, സ്വാഭാവികമായിട്ട്. പിന്നെ സ്വന്തം എൻ്റെ മകൾ അങ്ങനെ ചെയ്യില്ല, ഇങ്ങനെ ചെയ്തില്ല, പോട്ടെ. പക്ഷേ അവിടെ കൂടി വരുന്നവർ, നമ്മൾ ഈ അമ്മ പറയുന്നത് കേൾക്കുമ്പോൾ, ശ്രീകുട്ടിയുടെ അമ്മ പറയുന്നത് കേട്ടും വേറെ ഏതോ മകളുടെ കാര്യം പറയുന്ന പോലെ, വേറെ ഏതോ ഒരു മകളുടെ കാര്യം പറയുന്ന പോലെ തോന്നുന്നു അല്ലേ? കാരണം നമ്മൾ കേട്ട ഡോക്ടർ ശ്രീകുട്ടി എന്ന് പറയുന്ന വ്യക്തികളുടെ ചരിത്രമൊക്കെ പലരും പറയുന്നുണ്ട്. അതൊക്കെ കേൾക്കുമ്പം ഇത് വേറെ ആരോ, വേറെ ഏതോ ഗ്രഹത്തിൽ നിന്ന് വന്ന ശ്രീകുട്ടിയെ പറ്റി തോന്നിക്കുന്നുണ്ട്. അപ്പം ഏതായാലും അവിടെ കൂടിയിരുന്ന ദൃക്സാക്ഷികളായ പലരും ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. അവരുടെയൊക്കെ വാക്ക് കേട്ട് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഈ അമ്മയുടെ ശ്രീകുട്ടി അല്ല ആ കാറിൽ ഉണ്ടായിരുന്നത് എന്ന് തോന്നിപ്പോവും. നമുക്ക് അതൊന്നു കേൾക്കാം. ചെയ്യുമായിരുന്നു ഇത്ത ക്രോസ് ചെയ്തപ്പം മറ്റേ വണ്ടി റോങ് സൈഡിലൂടെ വരുമായിരുന്നു, അവരപ്പുറത്താണ്. അപ്പോൾ ആ സൈഡിലൂടെ വന്ന് ഇത്തേ ഇടിച്ചിട്ട് ഞാനിവിടെ കിടന്ന് കൂവുന്നുണ്ടായിരുന്നു, വണ്ടി എടുക്കല്ലേ എന്ന് പറഞ്ഞ് അതൊന്നും കേൾക്കാതെ അയാൾ ആ വണ്ടി അതിൻ്റെ പുറത്തുകൂടെ എടുത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ നമുക്ക് ആ ഇത്തയെ രക്ഷിക്കാൻ പറ്റുമായിരുന്നു. ഈ ഫൗസിയ എന്ന് പറയുന്ന സ്ത്രീ സൈഡിലേക്കും ഈ കുഞ്ഞുമോള് ഈ കാറിൻ്റെ ഫ്രണ്ടിലേക്കുമാണ് വീഴുന്നത്. അപ്പോഴത്തേക്ക് ആളുകൾ ഓടിച്ചെന്നിട്ട് ഈ കുഞ്ഞുമോള് ടയറിൻ്റെ ഫ്രണ്ടിൽ കിടക്കുകയാണ്, ടയറിന് അടവെച്ചതുപോലെ കിടക്കുകയാണ്. അപ്പോൾ ആളുകൾ പറഞ്ഞു, വണ്ടി എടുക്കല്ലേ, ആൾ ഫ്രണ്ടിൽ കിടപ്പുണ്ട്, ഒരു കാരണവശാലും എടുക്കല്ലേ എന്ന് പറഞ്ഞു. ഇവൻ റിവേഴ്സ് എടുത്തിട്ട് വീണ്ടും 1-2 തവണ ഇവരെ അവിടെ വെച്ച് ടയറും റോഡുമായിട്ട് അവരുടെ തല ഇരുന്ന് കറങ്ങി ഉരഞ്ഞ് അവരുടെ തലയുടെ ഒരു ഭാഗം അങ്ങ് ഇളകി പോവുകയാണ് ചെയ്യുന്നത്. 4 പ്രാവശ്യമാണ് ആ കുട്ടിയുടെ പുറത്ത് ടയർ ഇരുന്നത്, സ്ത്രീയുടെ പുറത്ത് പറഞ്ഞല്ലേ. അപ്പോൾ ഇവിടെ കൂടി നിൽക്കുന്ന ആൾക്കാർ പറയുന്നു കേട്ടില്ല എന്ന് പറയും. ഇതൊന്നും അവൻ ചെവിക്കൊള്ളുന്നില്ല. അവൻ എടുത്ത് ദൃക്സാക്ഷികളാണ്, ഞങ്ങളെല്ലാം ദൃക്സാക്ഷികളാണ്, ഒരുപാട് ദൃക്സാക്ഷികളാണ്. മിക്കവാറും എല്ലാവരും ശ്രീകുട്ടിയെ കുറ്റപ്പെടുത്തി തന്നെയാണ് സംസാരിക്കുന്നത്. അപ്പം അവിടെ കൂടിയവരുടെ മുന്നിൽ വെച്ചും ശ്രീകുട്ടി പറഞ്ഞു അജ്മലിനെ ഉപദേശിച്ചതായിട്ടാണ് പറയുന്നത്. നാട്ടുകാർക്ക് ചുമ്മാ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ അല്ലേ? അതുപോലെ തന്നെ നാട്ടുകാർ ആ വണ്ടി തടഞ്ഞു നിർത്തി പിടിച്ചപ്പോഴും ശ്രീകുട്ടി ആകപ്പാടെ ആയിരുന്നു എന്നും പറയുന്നുണ്ട്. ഏതായാലും അങ്ങനെ തന്നെ ആയിക്കോട്ടെ. പക്ഷേ ഈ ദൃശ്യങ്ങൾ നമ്മളെ ഞെട്ടിപ്പിക്കുന്നത് തന്നെ. കാരണം ഒരു വണ്ടി വന്നു, വണ്ടി ഇടിച്ചു കഴിഞ്ഞ് ആ വണ്ടി ഓടിച്ചിരുന്ന ആൾ രക്ഷപ്പെട്ട് പുറകിരുന്ന ആൾ തെളിച്ച് കുഞ്ഞുമോള് തെറിച്ച് വണ്ടിയുടെ ഫ്രണ്ടിൽ വീണു. നിസാര പരിക്ക് പറ്റേണ്ട ഒരു കേസ്. ആ വണ്ടി ഓടിച്ച് കയറ്റിയില്ലെങ്കിൽ നിസാരമായിട്ട് ആൾക്കാർ പെട്ടെന്ന് എടുക്കുക, വണ്ടിയുടെ മുന്നിൽ തന്നെ വീണു. എന്നിട്ടും അതിൻ്റെ മണ്ടയ്ക്കൂടെ കയറ്റിയിറക്കാൻ തോന്നിയ മനസ്സുണ്ടല്ലോ, എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യ. അപ്പം ഏത് ശ്രീകുട്ടിയായാലും, ഏത് ഡോക്ടറായാലും, ഏത് അജ്മലായാലും എന്തും മദ്യലഹരിയുടെ പറ്റി ചെയ്തതായിരിക്കും. എനിക്ക് തോന്നുന്നില്ല ഒരു സാധാരണ ഒരു മനുഷ്യന്, എത്ര ദുഷ്ടനാണെങ്കിലും ഒരു മനുഷ്യന് ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പക്ഷേ ഈ സ്വബോധം നഷ്ടപ്പെട്ടവനൊക്കെ ഇങ്ങനെ തോന്നാം. അപ്പം ശ്രീകുട്ടിയും അജ്മലും മദ്യപിച്ചിരുന്നു, ഒരു മദ്യപാനം തന്നെ അല്ല, വേറെ എന്തൊക്കെയോ ഉപയോഗിച്ചിരുന്നു എന്ന് നാട്ടുകാർ സംശയിക്കുന്നുണ്ട്. അത് പോലീസിൻ്റെ അന്വേഷണത്തിലൂടെയൊക്കെയാണ് മനസ്സിലാക്കേണ്ടത്. ഏതായാലും ഈ ഓണനാളിൽ നമ്മളെ മലയാളികളെ നെടുക്കുന്ന ഒരു കൊലപാതകമായി പോയി അല്ലേ? ഏതായാലും ആദ്യമേ തന്നെ ശ്രീകുട്ടിക്കെതിരെയും നരഹത്യ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. അപ്പോൾ ശ്രീകുട്ടിയും ഈ അജ്മലിനും ഇതിന് പങ്കുണ്ട്. അതുപോലെ തന്നെ ഇത് വണ്ടി വേറെ ആരുടെയാണ്, കൂട്ടുകാരൻ്റെ അമ്മയുടെ പേരിലും കണ്ടുള്ളതാണ്. അതിൻ്റെ ഇൻഷുറൻസ് എല്ലാം തീർന്നു. അന്ന് രാത്രി തന്നെ അത് പുതുക്കിയെന്നും പറയും. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പുറത്തു വരുന്നുണ്ട്. ഏതായാലും ഒരു വല്ലാത്ത കഷ്ടമായിപ്പോയി കുഞ്ഞുമോളുടെ മരണം അല്ലേ?
എന്ത് ചെയ്യാനാ ഇങ്ങനെ എനിക്ക് തോന്നും ഈ സമൂഹത്തിൻ്റെ ഏത് മേഖലയിലും ഈ മയക്കുമരുന്നും മദ്യവും ഒക്കെ നമ്മളെ വല്ലാതെ നമ്മളറിയാതെ തന്നെ നമ്മളിൽപ്പെട്ടവരെ പലരെയും ചോർന്നു നിന്നുകൊണ്ടിരിക്കുക. സിനിമാ മേഖലയിൽ നമ്മൾ കണ്ടു, എല്ലാ മേഖലയിലും ഉള്ള കാര്യങ്ങൾ തന്നെയാണിത്. സത്യം പറഞ്ഞ് ഇതിനെതിരെ ശക്തമായ നടപടിയാണ് വേണ്ടത്. കാരണം നമ്മളെല്ലാം യാത്ര ചെയ്യുന്നവരാണ്. ചിലപ്പം റോഡിൻ്റെ സൈഡിൽ കൂടെ നടന്നു പോകും. ഏത് നിമിഷവും എന്ത് സംഭവിക്കാവുന്ന അവസ്ഥയിലാണ് നമ്മുടെ ഈ യാത്ര. ഓരോ യാത്രയും ഓരോ അപകടങ്ങൾ തങ്ങി നിൽക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും അല്ലേ. അപ്പം സ്വബോധത്തോടെ വണ്ടി ഓടിക്കുമ്പോൾ തന്നെ അപകടം ഉണ്ടാകും. അപ്പം സ്വബോധവും കൂടി ഇല്ലാതെ വണ്ടി ഓടിക്കേണ്ടി വരിക എന്ന് പറയുന്നത് വലിയ കഷ്ടമാണ്. അപ്പം ഇടയ്ക്ക് ആൾക്കാരെ പോലീസുകാരെ സംബന്ധിച്ച് കർശനമായ നടപടിയാണ് വേണ്ടത്. ഇനി ഒരിക്കലും ഇത് ആവർത്തിക്കാൻ പാടില്ല. അപ്പം മറ്റൊരു വിഷയമായി വീണ്ടും എത്താം. ഓക്കെ, ബൈ.